പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 1 ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ എന്താണ് ക്വസ്റ്റൻ എന്ന് നോക്കാം. സിംപ്ലിഫൈ 4th റൂട്ട് 81 മൈനസ് 8 ഇൻറ്റു ക്യൂബ് റൂട്ട് 216 പ്ലസ് 15 ഇൻറ്റു 5th റൂട്ട് 32 പ്ലസ് റൂട്ട് 225. അപ്പോൾ ഇതിനെ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ ഈ ഒരു ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. nth റൂട്ട് എ എന്താണ് എന്ന് അറിഞ്ഞിരിക്കണം. nth റൂട്ട് എ എന്ന് വെച്ചാൽ എന്താണ്? a⁻1/n. ഇതറിയാമെങ്കിൽ മാത്രമേ നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ നിങ്ങൾ എക്സാമിന് എഴുതുന്ന ഉടനെ ഈ ക്വസ്റ്റ്യൻ ആദ്യം ഇതേപോലെ എടുത്തെഴുതുക, എന്നിട്ട് വേണം ഈക്വൽ സൈൻ ഇടാൻ. അപ്പോൾ nth റൂട്ട് എ എന്ന് പറയുന്നത് a⁻1/n ആണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 4th റൂട്ട് 81നെ നമുക്ക് എങ്ങനെ എഴുതാം? 81/1/4 എന്ന് എഴുതാം. മൈനസ് 8 ഇൻറ്റു ഇതിനെ എങ്ങനെ എഴുതാം? 216/1/3 എന്ന് എഴുതാം. പ്ലസ് അടുത്തത് 15 ഇൻറ്റു ഇതിനെ എങ്ങനെ എഴുതാം? 32/1/5 പ്ലസ് 225. ഇപ്പോൾ റൂട്ട് 225നെ നമുക്ക് 225 എന്ന് പറയുന്നത് എന്തിൻ്റെയാണ്? 15ൻ്റെ റൂട്ടാണ്, 15ൻ്റെ സ്ക്വയർ റൂട്ടാണ് അല്ലേ. 15നെ സ്ക്വയർ ചെയ്താൽ നമുക്ക് 225 കിട്ടും. അപ്പോൾ റൂട്ട് 225 എന്ന് പറയുന്നത് എന്താണ്? 15 ആണ്. അല്ലെങ്കിൽ നമുക്ക് 225/1/2 എന്ന് വേണമെങ്കിൽ ഇതിനെ എഴുതാം. എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ റൂട്ട് 225 എന്ന് പറയുന്നത് എന്താണ്? 15 ആണ്. അപ്പോൾ നമ്മളതിനെ 15 എന്ന് എഴുതി. ഇനി നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. എന്ത് ചെയ്യണം? ഈ ബ്രാക്കറ്റിലുള്ളതിനെയൊക്കെ ഇവിടെ ഇതിനെ പവർ 4 വരുന്ന രീതിയിൽ എഴുതണം. 216നെ പവർ 3 വരുന്ന രീതിയിൽ എഴുതണം. 32നെ പവർ 5 വരുന്ന രീതിയിൽ എഴുതണം. എന്നാലേ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. 81നെ പവർ 4 വരുന്ന രീതിയിൽ എഴുതണം. എങ്ങനെ എഴുതണം? നിങ്ങൾക്ക് ഡയറക്റ്റ് അറിയത്തില്ലെങ്കിൽ എന്ത് ചെയ്ത് നോക്കണം? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കിയാൽ ചെയ്യാൻ പറ്റും. 81നെ 3 കൊണ്ട് ചെയ്യാം. അപ്പോൾ 27. അഗെയിൻ 3 9 3 അപ്പോൾ എന്ത് വന്നു? 3 4 ടൈംസ് ഉണ്ട്. അപ്പോൾ 3/4 ആണ് 81. അപ്പോൾ 81നെ 3/4 എന്ന് എഴുതി. ഹോൾ റേസ് ടു 1/4 മൈനസ് 8 ഇൻറ്റു ഇനി 216നെ എന്ത് വരുന്ന രീതിയിൽ എഴുതണം? പവർ 3 വരുന്ന രീതിയിൽ എഴുതണം. അപ്പോൾ നിങ്ങൾക്ക് ഏതിൻ്റെ ക്യൂബാണ് 216 എന്നറിയത്തില്ലെങ്കിൽ എന്ത് ചെയ്ത് നോക്കണം? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കുക. അപ്പോൾ 2 കൊണ്ട് ചെയ്യാം. 108. അഗെയിൻ 2 കൊണ്ട് ചെയ്യാം. 54. അഗെയിൻ 2 കൊണ്ട് ചെയ്യാം. 27. ഇനി 3 കൊണ്ട് ചെയ്യാം. 9 3 അപ്പോൾ ഇവിടെ 2 ക്യൂബ് ഇൻറ്റു 3 ക്യൂബ് എന്ന് കിട്ടി. 2 ക്യൂബ് ഇൻറ്റു 3 ക്യൂബ്. ഇതിനെ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 3 ദ ഹോൾ ക്യൂബ്, ദാറ്റ് ഈസ് 6 ക്യൂബ് എന്ന് എഴുതാം. അപ്പോൾ ഏതിൻ്റെ ക്യൂബാണ് 216? 6ൻ്റെ ക്യൂബാണ്. അപ്പോൾ ഇതിനെ നമുക്ക് 6 ക്യൂബ് ദ ഹോൾ റേസ് ടു 1/3 പ്ലസ് 15 ഇൻറ്റു 32നെ നമ്മൾ 32 എന്ന് പറയുന്നത് പവർ 5 വരുന്ന രീതിയിൽ എഴുതണം. അപ്പോൾ 2/5 ആണ് എന്താ? 32 അല്ലേ. 2 2s are 4, 4 2s are 8, 8 2s are 16, 16 ഇൻറ്റു 2 32. അപ്പോൾ 2/5 ആണ് 32. ദ ഹോൾ റേസ് ടു 1/5 പ്ലസ് 15 ഇസ് ഇക്വൽ ടു ഇതേത് ഫോമില? a⁻m ദ ഹോൾ റേസ് ടു n ഈസ് a⁻mn. അപ്പോൾ എന്തെഴുതാം? 3/4 ഇൻറ്റു 1/4 മൈനസ് 8 ഇൻറ്റു 16/3 ഇൻറ്റു 1/3. ഈ ഒരു സ്റ്റെപ്പ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ ഒരു സ്റ്റെപ്പ് കൂടെ ഞാൻ എഴുതുന്നത് കേട്ടോ. 5 ഇൻറ്റു 1/5 പ്ലസ് 15 ഇസ് ഇക്വൽ ടു ഇവിടെ 4ഉം 4ഉം കട്ടായി പോകും. 3/1 ദാറ്റ് ഈസ് 3 മൈനസ് ഇവിടെ 3യും 3യും കട്ടായി പോകും.
8 ഇൻറ്റു 16 പ്ലസ് ഇവിടെ ഈ 5ഉം 5ഉം കട്ടായിപ്പോൾ അപ്പോൾ 15 ഇൻറ്റു 2 പ്ലസ് 15 ഇസ് ഇക്വൽ ടു 3 മൈനസ് 16 ഇൻറ്റു 16 അല്ല 6 ആണ്, 6ൻ്റെ ക്യൂബായിരുന്നേ, 6 ആണ്. എന്ത് വരും? 8 6 are 48 പ്ലസ് 15 ഇൻറ്റു 2 30 പ്ലസ് 15. ഇതെല്ലാം കൂടെ ചെയ്താൽ എന്ത് കിട്ടും? ഇവിടെ 45 പ്ലസ് 3 ഈസ് 48 മൈനസ് 48 ഈസ് 0. അപ്പോൾ 48 മൈനസ് 48 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 0 എന്ന് കിട്ടും. 30 പ്ലസ് 15 ഈസ് 45 പ്ലസ് 3 ഈസ് 48 മൈനസ് 48 ഈസ് 0. സോ ആൻസർ ഈസ് 0. മനസ്സിലായല്ലോ? സിംപ്ലിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിവിടെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് പവർ എന്താണോ വരുന്നത് അതിൻ്റെ ഡിനോമിനേറ്ററിലുള്ള പവർ വരുന്ന രീതിയിൽ ഈ ബ്രാക്കറ്റിനകത്തെ നമ്പർ നിങ്ങൾ എഴുതുക. ഡയറക്റ്റ് എഴുതാൻ അറിയത്തില്ലെങ്കിൽ ഇതുപോലെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. സിംപ്ലിഫൈ √625 മൈനസ് 8 ഇൻറ്റു ക്യൂബ് √125 പ്ലസ് 4th √81 പ്ലസ് 15 ഇൻറ്റു 5th √32. ഇത് ചെയ്യണമെങ്കിൽ ഈ ഒരു ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. nth റൂട്ട് എന്ന് പറയുന്നത് എന്താണ്? a⁻1/n. അപ്പോൾ ഈ റൂട്ട് ഉള്ളതിനെയെല്ലാം നമ്മൾ ഇങ്ങനെ എഴുതണം. അപ്പോൾ 625 എന്ന് പറയുന്നത് എന്താണ് എന്ന് നമുക്കറിയാം അല്ലേ? 625ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 25 ആണ് അല്ലേ? 25നെ സ്ക്വയർ ചെയ്യുമ്പോഴാണ് നമുക്ക് 625 കിട്ടുന്നത്. അപ്പോൾ 625നെ ഒന്നെങ്കിൽ നമുക്ക് 25 എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് എ എന്ന് പറയുന്നത് എന്താ? a⁻1/2 ആണ്. അപ്പോൾ ഇതിനെ ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ 625നെ ഡയറക്റ്റ് നമുക്ക് എങ്ങനെ എഴുതാം? 625 √625 എന്ന് പറയുന്നത് 25 ആണ്. ഇങ്ങനെ എഴുതാം കേട്ടോ. മൈനസ് 8 ഇൻറ്റു ഇതിനെ എങ്ങനെ എഴുതാം? 125⁻1/3. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് എഴുതിയത് കേട്ടോ. പ്ലസ് 4th √81. അതെന്ത് വരും? 81⁻1/4 പ്ലസ് അടുത്തത് 15 ഇൻറ്റു 5th √32. അപ്പോൾ എന്തെഴുതാം? 32⁻1/5 എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു 25 മൈനസ് 8 ഇൻറ്റു 125 നമ്മൾ എന്തായിട്ട് എഴുതണം? പവർ 3 വരുന്ന രീതിയിൽ എഴുതണം. എന്തുകൊണ്ടാണ്? ഇവിടുത്തെ ഡിനോമിനേറ്റർ 3 ആണ് അല്ലേ? അപ്പോൾ 125നെ നമ്മൾ പവർ 3 വരുന്ന രീതിയിൽ എഴുതണം. 125 എന്ന് പറയുന്നത് ഏതിൻ്റെ ക്യൂബാണ്? 5ൻ്റെ ക്യൂബാണ് 125/1/3 പ്ലസ് 81 എന്ന് പറയുന്നതിനെ പവർ 4 വരുന്ന രീതിയിൽ എഴുതണം. ഏതാണ്? 3⁴. 3⁴ ആണ് 81. കഴിഞ്ഞ വീഡിയോയിൽ ഞാനിത് ചെയ്ത് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കാണിച്ചിരുന്നു കേട്ടോ. (1/4) പ്ലസ് 15 ഇൻറ്റു 32നെ പവർ 5 വരുന്ന രീതിയിൽ എഴുതണം. ഇപ്പോൾ 2⁵5 (1/5) ഇസ് ഈക്വൽ ടു 25 മൈനസ് ഇതിനെ എങ്ങനെ എഴുതാം? 8 ഇൻറ്റു ഇത് a⁻m that is a⁻mn. അപ്പോൾ 5�3 ഇൻറ്റു 1/3 പ്ലസ് ഇതിനെ എങ്ങനെ എഴുതാം? 3⁴ ഇൻറ്റു 1/4 പ്ലസ് 15 ഇൻറ്റു ഇതിനെ എങ്ങനെ എഴുതാം? 2⁵5 ഇൻറ്റു 1/5. ഇവിടെ 3യും 3യും കട്ടാകും, 4ഉം 4ഉം കട്ടാകും, 5ഉം 5ഉം കട്ടാകും. ബാക്കിയുള്ളതെല്ലാം കൂടെ നമ്മൾ എഴുതുന്നു. 25 മൈനസ് 8 5s are 40 പ്ലസ് 3 പ്ലസ് 15 ഇൻറ്റു 2 30. ഇനി പോസിറ്റീവ് സൈനുള്ളതെല്ലാം കൂടെ ആഡ് ചെയ്യുക. 30 പ്ലസ് 3 ഈസ് 33 പ്ലസ് 25 എന്ത് വരും? 58 മൈനസ് 40 ഈസ് ഈക്വൽ ടു 18. ആൻസർ ഈസ് 18. വളരെ സിമ്പിളാണ് കേട്ടോ.